മഴയുള്ള ദിവസങ്ങളിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ നമുക്ക് എണീറ്റല്ലേ പറ്റുള്ളൂ. കാരണം ആദ്യക്കുട്ടന് സ്കൂളിലേക്ക് പോകണം. അവനെ സ്കൂളിൽ അയച്ചതിന് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ലൂക്കക്കുഞ്ഞിന് മഴ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും കൂട്ടിനകത്തേക്കാണ് ഇടാറ്. ഇവിടെ സ്ലോപ്പ് ആയത് കാരണം വെള്ളം അവൻ്റെ മേത്തേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ പിന്നെ വെള്ളത്തിലാവും അവൻ്റെ കളി. അപ്പോൾ ഞാനങ്ങനെ കൂട്ടിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കിച്ചണിലൊന്ന് കയറാം. കാരണം ഫുൾ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ജോലി കുക്കിങ്ങും അതേപോലെ ക്ലീനിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന ഒരാളല്ല. കുക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് ക്ലീനിങ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. ഇന്ന് രാവിലെ ദോശയാണ്. അപ്പോൾ ഈ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദോശ നമുക്ക് ചൂടോടുകൂടി കഴിക്കണമല്ലോ. സാമ്പാർ, ഉപ്പേരി, ചോറ് ഇതൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇവിടെ ഫുള്ളൊന്ന് ക്ലീൻ ആക്കി വെക്കാം. ചോറ് ഊറ്റിക്കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോഴേക്കും ചൂടുണ്ടാവും, ചൂടാറത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ. ഞാനിപ്പോൾ അടുത്താണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനസ്സിന് സമാധാനമാണ്. പിന്നെ പോയിട്ട് കുക്ക് ചെയ്യുക, അതിൻ്റെ പിന്നാലെ നടക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഇനി നമുക്ക് വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് പോകണം. വേസ്റ്റ് വണ്ടി നമുക്കിവിടെ വരാറുണ്ട്. ഇതേപോലെ നമ്മൾ മതിലിനെടുത്ത് വെച്ചാൽ മതി, അവർ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. ഇത് അടുത്ത വീട്ടിലത്തെ പഗ്ഗാണേ. ഇതിനെ എപ്പോഴെങ്കിലും ഞാൻ പുറത്ത് കാണാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും ദോശയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഇത് സാമ്പാർ, പിന്നെ ഉപ്പേരി. അപ്പം ഇതെല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനങ്ങനെ ഒരുപാടൊന്നും കുക്ക് ചെയ്യില്ല. എപ്പോഴും ഒരു കറി ഉണ്ടാവും, അതിൻ്റെ കൂടെ ഉപ്പേരി അതും ഉണ്ടാവും, അത് മസ്റ്റാണ്. ദോശ ഫുള്ള് പൊട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ ചുടുമ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സിനിമ എന്തെങ്കിലും കാണണം. അപ്പോൾ ഞാനിന്നിട്ടിരിക്കുന്നത് മലയാളം മാസം ചിങ്ങം 1 എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ദിലീപേട്ടനാണ് കേട്ടോ വില്ലൻ. നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റിയൊരു ഫിലിമാണ്. ഇന്ന് ആദ്യക്കുട്ടന് ഉച്ചവരെയുള്ളൂ ക്ലാസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം. അതിന് മുന്നേ എനിക്ക് ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നല്ല കലങ്ങിയിട്ടുണ്ട് വെള്ളം. ഞാനത് ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഇതിലിപ്പോൾ മണൽ കല്ലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ക്ലീൻ ആക്കണം കേട്ടോ. അപ്പം ഞാനതൊന്ന് പൊക്കി നോക്കുന്നുണ്ട്, പക്ഷേ പൊന്തുന്നില്ല. അത് നല്ല വെയിറ്റ് ഉണ്ട്. കുറച്ച് വെള്ളമാണെങ്കിൽ പോലും നല്ല വെയിറ്റ് ഉണ്ട് അത്. അങ്ങനെ ഇത് ഫുള്ള് ക്ലീനാക്കി ഞാൻ മീനുകളൊക്കെ ഈ ഒരു പാത്രത്തിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 10-12 മീനുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് മീനും കൂടി വാങ്ങണം. അതേപോലെ തന്നെ ഇതിലേക്ക് സ്റ്റോൺസും മണലും ഒക്കെ വാങ്ങാനുണ്ട്. ഇതിന് ക്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കും. നല്ലതാണ് ഇത്. നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ തന്നെ അത് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കളറൊക്കെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് തെളിഞ്ഞ വെള്ളമായിട്ട് മാറും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇനി നമുക്ക് മീനുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെറ്റിൽ നിന്ന് മീൻ പുറത്ത് വരാൻ ഭയങ്കര പാടാണ്. ചില മീനുകളൊന്നും അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ വരികയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ മീനുകളെയും ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽറ്ററും ലൈറ്റും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫിൽറ്റർ എന്തായാലും ഒരു 2 ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ക്ലീൻ ആവില്ലല്ലോ വെള്ളം. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റ്. നല്ല ഭംഗിയില്ല കാണാൻ. പക്ഷെ ഇത് പ്ലെയിൻ ആയിട്ട് കാണുമ്പോഴും ഭംഗിയുണ്ട്. പക്ഷെ സ്റ്റോൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കൂടി ഭംഗിയായിട്ട് തോന്നും. എന്താ ഫുഡ് കഴിക്കാത്ത? ഫുഡ് കഴിച്ചേ, കഴിച്ചേ. ലൂക്കേനെ കഴിപ്പിച്ചിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് നടക്കാണ്ട്, ഒരു 10 മിനിറ്റോളൊക്കെ നമുക്ക് നടക്കാണ്ട് ആദ്യക്കുട്ടൻ്റെ സ്കൂളിലേക്ക്. അറിയില്ല, ടിഫിൻ സ്ലൈസ് എന്നാണ് ഇതിന്റെ പേര്. നേരെ പോണത് ലൂക്കയുടെ അടുത്തേക്കാണ്.
അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലൊരാൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ പോകുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേ. ആദ്യകൂട്ടം വരുന്നതും കാത്തിരിക്കുകയാണ് ലൂക്ക. പിന്നെ അവർ തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ്. ലൂക്കയ്ക്കാണെങ്കിൽ കടിക്കൽ സ്വഭാവം നല്ലോണം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടിയാണല്ലോ, അതുകൊണ്ട് ആദ്യക്കുട്ടനെ ഞാൻ അധികവും ലൂക്കയുടെ കൂടെ കളിക്കാൻ വിടില്ല. ഇനി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.